ഹായ് ഫ്രണ്ട്സ്, അപ്പം മലയാളത്തിലെ ആദ്യ ദിന കളക്ഷനുകളിൽ ഏറ്റവും മുമ്പിലെത്തിയിരിക്കുകയാണ് എമ്പുരാൻ. ഇനി ആ സിനിമയുടെ റെക്കോർഡ് മറികടക്കാൻ ഇനിയൊരു മോഹൻലാൽ സിനിമയ്ക്ക് പോലും സാധിക്കുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം അത്രത്തോളമുണ്ട് മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഹൈപ്പ്. ഇന്ന് രാവിലെ തന്നെ ഷോ ആരംഭിച്ചിട്ടുണ്ട്. മികച്ച റെസ്പോൺസാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഓരോ 10-15 മിനിറ്റ് കൂടുന്തോറും ത്രസിപ്പിക്കുന്ന സീൻസ്, മോഹൻലാലിൻ്റെ ത്രസിപ്പിക്കുന്ന സീൻസ് അല്ലെങ്കിൽ മറ്റുള്ള കഥാപാത്രങ്ങളുടെ ത്രസിപ്പിക്കുന്ന സീൻസ് ആ സിനിമയ്ക്കകത്തുണ്ട്. അത്രത്തോളം മാസീവ് ഇമ്പാക്റ്റ് ഉള്ള സിനിമയാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഫസ്റ്റ് ഹാഫ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം അതിൽ നിന്ന് വരുന്ന റെസ്പോൺസുകളാണ്. അവർ ചിലർ ഇതേപോലെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുമല്ലോ, എങ്ങനെയുണ്ടെന്നൊക്കെ ആൾക്കാർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസാണ്. നല്ല രീതിയിൽ സിനിമ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ഒരു 3/4 മണിക്കൂർ തന്നെ ഇത്രയും ഹൈപ്പ് ആ സിനിമയ്ക്ക് കിട്ടുമ്പം ആ സിനിമ എങ്ങനെയായിരിക്കും ഇനി മുമ്പോട്ട് പെർഫോം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഈ സിനിമ മോഹൻലാലിൻ്റെ ചരിത്രത്തെ തന്നെ, അല്ലെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രത്തെ തന്നെ സ്വർണ്ണ ലിപികളാൽ എഴുതി ചേർക്കേണ്ട സിനിമയാണ് എന്നാണ് ഇപ്പം ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു 3/4 ഭാഗമായപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ വീഡിയോ ഇടേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. ആരതൊന്നും പറയുന്നില്ല, നിങ്ങൾ പോയി പടം കാണുക. നിങ്ങൾ പടം കണ്ട് പടത്തിൻ്റെ ഒരു സസ്പെൻസ് കളയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം സിനിമ ഇങ്ങനെയാണ്. അപ്പം അതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് 50 കോടി രൂപ അല്ലെങ്കിൽ 52 കോടി രൂപയാണ് സിനിമയുടെ കളക്ഷൻ. അത് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ടോട്ടൽ ഇന്ത്യൻ കളക്ഷൻ തന്നെ 22 കോടി രൂപയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ. 22 കോടി രൂപ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് എത്രയാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ലെങ്കിലും 14 കോടി രൂപ എന്നാണ് അറിയാൻ സാധിച്ചത്. വെളിയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും 28 കോടി രൂപയിൽ 28 കോടിക്ക് പ്ലസ് നേടി 52 കോടിക്ക് അടുത്താണ് ഈ സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ എന്നാണ് അറിയാൻ സാധിച്ചത്. അത് ട്രാക്കർമാർ പുറത്തുവിട്ട കണക്കാണ്. ഇനി എത്രത്തോളം പെർഫെക്റ്റ് ട്രാക്കിംഗ് ഒക്കെ ഇനി നാളെയൊക്കെ കിട്ടുള്ളൂ. അപ്പം ഇനി ഇതിൽ കൂടാനും കുറയാനൊന്നും അധികം സാധ്യതയില്ല. കാരണം ബുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞു. ഇനി ഷോ ആഡ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഈ സിനിമയ്ക്ക് ഇനി ചെയ്യാനുള്ളൂ. കാരണം ഇനി തിയേറ്റേഴ്സ് ഇതിനകത്ത് ബ്ലോക്ക് ചെയ്ത ടിക്കറ്റുകൾ കാണും. അതൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയായിരിക്കും അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞോളൂ, ഇപ്പോൾ 52 കോടി രൂപയാണ് ഇപ്പോഴത്തെ രീതിയിൽ ആദ്യ ദിന കളക്ഷനായിട്ട്. മൊത്തത്തിലുള്ള ടോട്ടൽ പ്രീ ബിസിനസ് 80 കോടിക്ക് മുകളിലാണ് ഇന്നലെ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. അതിൽ 30 കോടി രൂപ ഫസ്റ്റ് ഡേ അല്ല, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, അങ്ങനെ ഫസ്റ്റ് വീക്കെൻഡ് കളക്ഷനാണ്. ബാക്കിയുള്ള 52 കോടി രൂപ ഫസ്റ്റ് ഡേ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം കേരളത്തിലെ ജിയോയുടെ റെക്കോർഡ് മറികടന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറികടക്കാനുള്ള സാധ്യത 100% പറയേണ്ടി വരും. കാരണം 14 കോടി രൂപയ്ക്ക് അടുത്തായിരിക്കും കേരളത്തിലെന്നാണ് എസ്റ്റിമേറ്റഡ് കണക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 12 കോടി രൂപ എന്ന് പറയുന്ന ലിയോയുടെ റെക്കോർഡൊക്കെ വാരി ചുരുട്ടി പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞു. അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ സിനിമ ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് കാണുന്നവരായിരിക്കും കൂടുതൽ വരും. കാരണം ഈ വീഡിയോ നിങ്ങൾ പിന്നെ ആയിരിക്കും കാണാൻ പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും ഈ വീഡിയോ കാണാൻ പോകുന്നത്. അപ്പോൾ സിനിമയുടെ സസ്പെൻസ് ഒന്നും നമ്മൾ പുറത്ത് വിടുന്നില്ല. ഇതുവരെ തന്നെ കുറച്ചൊക്കെ സസ്പെൻസുകൾ ഉണ്ട് ഇതിനകത്ത്. അപ്പം അത് ഞാൻ അറിഞ്ഞും പോയി. ഇനി 9:45 പോയി കാണുകയും ചെയ്യണം. അപ്പം നമുക്ക് അത് കാണാം. ഞാനേ അറിഞ്ഞു, നിങ്ങൾ അറിയണ്ട. ഇപ്പം പറയും നീ വെറുതെ തള്ളിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ അറിഞ്ഞത് സിനിമ സസ്പെൻസ്, അത് എനിക്ക് ഇനി കുറച്ച് വലിയ സസ്പെൻസ് ആയിട്ടില്ല, ചെറിയ സസ്പെൻസുകളൊക്കെ അറിഞ്ഞു. പക്ഷേ അതുകൊണ്ട് ഞാൻ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യും. വീഡിയോ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. അതുകൊണ്ട് നിങ്ങളും ഫോൺ തുറന്ന് നോക്കാതിരിക്കുക, ആരുടെ വീഡിയോയും കാണാതിരിക്കുക, തിയേറ്റർ റെസ്പോൺസ് കാണാതിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സിനിമയുടെ യഥാർത്ഥ തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഇത് നമുക്ക് കിട്ടേണ്ട 300% തിയേറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിൽ ചിലപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 250 ആവും. എന്തിന് നമ്മൾ 50% കുറയ്ക്കണം? അതുകൊണ്ട് നിങ്ങൾ ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കുക. സിനിമയുടെ ഷോയുടെ സമയമാകുമ്പോൾ നമ്മൾ തിയേറ്ററിൽ പോവുക, കാണുക, എന്താണെന്ന് അറിയുക. അപ്പോൾ ആദ്യ ദിനം ഇത്രയും കോടി രൂപ കളക്ഷൻ നേടുന്ന ഒരു മലയാള സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ രോമാഞ്ചിഫിക്കേഷനാണ് അടിച്ചു വരുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടാം. നന്ദി, നമസ്കാരം.